നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇത്രയും ഞങ്ങൾ നേരത്തെ നടത്താനിരുന്നതാണ്. അതൊന്ന് ബിജുവിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ജോജുവിനെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ജോജു ഇല്ല, ദുബായിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊരു ദിവസം ഫിക്സ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിനകത്ത് എല്ലാവരും തന്നെ സിനിമ കണ്ടവരാണെന്ന് കരുതുന്നു. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ അത് കണ്ടവർക്കേ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. എനിവേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയാം, ചോദിച്ചോളൂ. സോ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന ഒരു മൂവിയും പാരന്റിംഗ് ബേസ്ഡ് മൂവിയായിരുന്നു. ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും ആ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും പാരന്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തത്? ഇത് ഞാനെടുത്ത ടോപ്പിക്കല്ല. ഇതിന്റെ റൈറ്റർ ഡിനു തോമസ് ഈലൻ എന്ന് പറഞ്ഞ പയ്യനാണ് കുദാശ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ ഇതിന്റെ കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, കഥ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ മൂഡിൽ പോകുന്ന ഒരു സിനിമ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല. ഇത് വേറൊരു, ഇതിനകത്തൊരു ഇമോഷണൽ സൈഡുണ്ട്. അത് ഇതിന്റെ പേരന്റിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കൊമേഴ്സ്യലാണ് സിനിമ, അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അക്കൂട്ടത്തിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് മമ്മി ആൻഡ് മീയിൽ എനിക്ക് സാധിച്ചു. പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് ചില സിനിമകൾ. അപ്പൊ ഇതിനകത്തും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ അതാണ്. കാരണം ഇപ്പൊ ബേസിക്കലി ഇപ്പം ഭയങ്കര പ്രസക്തമായ ഒരു ഒരു ഇതാണ് പേരന്റിങ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക, പേരൻസും മക്കളുമായിട്ടുള്ള ഒരു അവരുടെ ഇത്. കാരണം പേരൻസിന്റെ രീതികൾ മാറി, പഴയ പോലെയല്ല. രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സമയമില്ല മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇത് ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കഷൻ നടക്കുന്ന ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് ചെയ്തു. അത് ഇങ്ങനെ ഒരു ത്രില്ലർ ഇതിന്റെ ഒരു മൂഡിലുള്ള സിനിമയ്ക്കകത്ത് അത് വരുന്നത് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം. കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് ക്ഷമിക്കും, അങ്ങനൊരു രീതി നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മൂവി റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കുട്ടികളുടെ തെറ്റുകൾ പാരന്റ്സ് ക്ഷമിക്കും. അത് ക്ഷമിക്കാവുന്ന തെറ്റുകൾ ക്ഷമിക്കാം, പക്ഷെ ചില തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സിനിമയില് അങ്ങനെ ഒരു ക്ഷമിക്കാവുന്ന തെറ്റാണോ? അത് നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അത് അങ്ങനെ ക്ഷമിക്കാവുന്ന ഒരു തെറ്റാണോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ ഒരു ഇതില്ലാതെ അതൊരു ക്ഷമിക്കാവുന്ന തെറ്റായിട്ട് തോന്നിയിട്ടില്ല. സാറേ, പണ്ടൊക്കെ കുട്ടികളെ ഒലക്കിക്ക് അടിച്ചാണെങ്കിലും വളർത്തണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ കൊച്ചു ചോദിച്ച പോലെ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് അത് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അതായത് എന്റെ മകനല്ലേ. അത് തെറ്റാണ് മകൻ. എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനൊന്നും ഇല്ല ശരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്ത് തെറ്റ് ഇപ്പൊ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ പുറകടക്കാണ്, ഒരു ലവ് അഫെയർ ഉണ്ടാവാണ്. അത് പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയുടെ പുറകടക്കരുത്, തെറ്റാണ് എന്നൊക്കെ രീതിയിലാണ്. പക്ഷെ ഇപ്പോ ഒരു ഇഷ്ടം തോന്നി നമുക്ക് ധൈര്യമായിട്ട് പാരന്റ്സിനോട് പറയാം. പക്ഷെ ചിലപ്പോ സ്റ്റോക്കിംഗ് ഉണ്ടാവും അതില്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? അല്ല, അത് പേരൻസിനെ അനുസരിച്ചിരിക്കും. സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വർക്കിംഗാണ്, മകനെയോ അല്ലെ മകളെയോ നോക്കാൻ സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. അപ്പം അതൊരു ബാഡ് പേരന്റിങ് ആണ്. പിന്നെ അങ്ങനെയുള്ളവർക്ക് എനിക്ക് കുറച്ച് കേസസ് അറിയാം. എനിക്ക് ഈ സബ്ജക്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അയ്യോ എന്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം, അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ഒരു സ്റ്റേജ്, ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ ഇവനൊരു ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും. അപ്പൊ ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, അത് ചെയ്യുക. കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും. ഇതിപ്പോ ഒരു പണ്ട് ഞാനൊരു വായിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് സെയിങ് നോ. പിള്ളേർ നോ കേട്ട് വളരാണ്. അപ്പൊ അത് പല സാഹചര്യം കൊണ്ടാണ്. ചില അപ്പനമാർക്ക് അത് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം പണ്ട് ഒലക്കി അടിക്കരുത് വളർന്നെന്ന് പറഞ്ഞല്ലോ, അന്ന് 5 8 നോക്കിയാണ്.
അപ്പൊ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒലക്കൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പൊ ആ പാട് ഒന്നേ ഉള്ളൂ. അതിനെ രണ്ടുപേരോട് പൊന്നാരിച്ച് സ്നേഹിച്ച് അത് വേറൊരു രീതിയിലാണ്. അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം. അത് പേരൻസ് ബോധവാന്മാരാകണം. അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറെ ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ വഴി തെറ്റി പോകുന്നുള്ളൊരു ഇപ്പോഴത്തെ പറയാറുണ്ട്. അത് അല്ല, ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴി തെറ്റിപ്പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതിനെ അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പൊ പേരന്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവുന്നില്ല. കാലഘട്ടം മാറി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ച് ഒരുപക്ഷെ പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവരുടെ കയ്യിലുണ്ട് ഫോണും ടാബും. അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പേരന്റിങ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാവരും പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചേച്ചിയുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാന്നുണ്ട്. ഈ പാരന്റിങ്ങിനെ കുറിച്ചുള്ളത് അതെ, സാർ പറഞ്ഞ ലാസ്റ്റ് പോയിന്റിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പുള്ള ഒരാളാണ്. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കുമെന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി പാരന്റ്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതൊരു ഡീഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം, അതങ്ങനെ പൊയ്ക്കോളും, എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ എന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ബിക്കോസ് എനിക്ക് നല്ലൊരു പേരന്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം. ബിക്കോസ് എന്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ കുറെ കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെ കുറിച്ച്. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പൊ അവർ അവസാനം നോക്കിയപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസ് ആണ്. പിന്നീട് എന്റെ കംപ്ലൈന്റ് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് കുട്ടികൾ എന്നാ ഞാൻ പേരന്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോ ഒരു കരിയർ പേഴ്സൺ ആണ്. കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട്. ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ, ഇതൊക്കെ എന്റെ പേഴ്സണൽ ചിന്താഗതിയാണ്. അപ്പോ 2 പേരൻസും കരിയറിന്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആരും നോക്കും. അപ്പം ഐ ബിലീവ് ദാറ്റ് പേരന്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തലമുറ, ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. ഒരുപക്ഷെ എന്റെയൊക്കെ തലമുറ വിച്ച് ഇസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസ് ആണ്. മില്ലനിയൽസിന് തൊട്ട് മുമ്പ് 76 to 83 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവര്. എന്തിനും ഏതിനും അടി, നിങ്ങൾ തെറ്റ് ചെയ്താലും അടി, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ആയിരുന്നു. സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു, ചൂരിലുകൊണ്ട് അടിക്കുക, അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത്. അതൊരു പക്ഷെ നല്ലതായിരിക്കാം. നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറ തലതെറിച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വെറുതെ ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇന്റർവ്യൂലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷെ മെമ്മറീസ് പോലെ ആയില്ല. ഞമ്മളത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെന്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെന്റ് ഫിലിം.
പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ ടാഗ്ലൈൻ തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷ ആൾക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും വിചാരിച്ചു. അപ്പൊ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞത്. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാള്, ഞാൻ ഇത് പേര് പറഞ്ഞില്ല, ഒരാള് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നും അല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു ഒരു മാറ്റർ, ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞു. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പൊ അല്ലാത്തവരിപ്പോ സസ്പെൻസ് പ്രതീക്ഷ വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകർക്ക് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവര് നിലം തൊടാതെ പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്സിൽ അതാണ്. എല്ലാവരും ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. തന്നെ കുറെ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോകുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. വിജയുടെ ജിത്തിന്റെ എല്ലാ മൂവികളിലും നോക്കിക്കഴിഞ്ഞാൽ, ഒരുവിധം മൂവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് നായകന്മാർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അപ്പൊ ഈ വലതുവശത്തെ കള എന്ന് പറയുന്ന ഈ സിനിമയിൽ നായകന് ഈ അതിബുദ്ധി ഉണ്ടോ? ഇതൊരു സിനിമയാണ് ആക്ച്വലി. ഇതിന്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. ആ രീതിയിൽ ആൾക്കാർ കാണാവുന്ന സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അങ്ങനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സിനിമ. ജിത്തിന്റെ ഒരു സിനിമ എന്ന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ സിനിമ ചെയ്തൊരു വലിയ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഈഗോ ക്ലാഷസ്. ഒരു ജിത്തു സിനിമ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നായകന്റെ പറഞ്ഞ മേഖലയെ പറ്റി നമുക്ക് ആലോചിക്കാൻ സമയത്താണ് അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഇത്ര കറക്റ്റ് അല്ലേ? ബിജുചേട്ടനോടാണ് ചോദ്യം. ആന്റണി ഒരു ക്രൂക്കഡ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമായില്ല, എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളൊന്ന് ചെയ്തു. പിന്നെ ഇതൊരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷമുള്ള രീതിയാണ്. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളും മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മാക്സിമം രീതി കൊടുത്ത് ആ ലക്ഷ്യം മാക്സിമം ത്രൂഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് 30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസ് പല ഓർഡറിലല്ല. പിന്നെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. ഒരു ആക്ടിങ് കണ്ടിന്യൂറ്റി എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലയിലൊക്കെ വേണം. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തെന്നുള്ളൊരു സന്തോഷവും. ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം 1-2 മണിക്കൂറിന്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടിന്യൂ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി അവര് ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണത്. അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് ആൻ ആക്ടർ. മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടിരുന്നതിനും തീർച്ചയായിട്ടും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക.